കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് ഹീറോയിനാണെങ്കിൽ ബ്ലൂ ക്രൗൺസ് പ്രോജക്റ്റ് കൊടുത്തുകൊണ്ട് ലീഡർ പെണ്ണ് ദേഷ്യപ്പെട്ട് അവളെ അടുത്ത് പിണങ്ങുകയാണ്. അങ്ങനെ ഇവളും കൺവിൻസ് ചെയ്ത് ഇവളെ ക്ലബിലോട്ട് കൊണ്ടുവരികയാണ്. ഇവരിങ്ങനെ വരുന്ന ഗാവ് കണ്ടിട്ട് ചോദിക്കുകയാണ്, നീ എങ്ങനെ ഇവളെ കൺവിൻസ് ചെയ്തതെന്ന്. അപ്പോൾ ഇവർ പറയാണ് അത് നീ അറിയേണ്ട ആവശ്യമില്ലെന്ന്. എന്നിട്ട് ഗാവോ ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് അവൻ ആ ബ്ലൂ ക്രൗൺസ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തെന്ന്. ഇതാണെങ്കിൽ ഗാവോ ഹീറോയ്ക്കും കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഹീറോ ആണെങ്കിൽ ആ വെബ്സൈറ്റിലുള്ള മിസ്റ്റേക്കൊക്കെ ക്ലിയർ ചെയ്യാൻ പറയാണ്. അതുകൊണ്ട് ഗാവോയും ഹീറോയിനും കഷ്ടപ്പെട്ട് ആ മിസ്റ്റേക്സൊക്കെ ക്ലിയർ ചെയ്ത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ഹീറോയുടെ അടുത്തും ഈ ഒരു വെബ്സൈറ്റ് കാണിക്കുകയാണ്. ഹീറോയും കൊള്ളാമെന്ന് പറയുന്നത്. എന്നിട്ട് ഹീറോ പറയാണ് നാളെ തന്നെ കമ്പനിയിൽ പോയി ഈ ഒരു വെബ്സൈറ്റ് കാണിക്കാമെന്ന്. അങ്ങനെ ഇവരും ഒരുപാട് ഹാപ്പിയായി ഇവരുടെ വെബ്സൈറ്റ് പ്രസൻറ്റ് ചെയ്യാൻ ആ ഒരു കമ്പനിയിൽ പോവുകയാണ്. ആ ഒരു കമ്പനി വന്നിട്ട് ഇവർ വിചാരിച്ച കാട്ടിലും വലിയൊരു കമ്പനിയാണ്. ഇവർ മാത്രമാണ് അവിടെ സ്റ്റുഡൻസ് ആയിട്ട് വന്നത്. ഇതേ സമയം ഗാവോ ആണെങ്കിൽ ഒരു ചെറിയ കറക്ഷൻ ചേഞ്ച് ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് അവൻ ആ ഒരു പ്രോഗ്രാമിങ്ങിലുള്ള ഏതോ നല്ലൊരു കോഡിങ് ചേഞ്ച് ചെയ്യാണ്. ഈ ഒരു കമ്പനിയിൽ ഹീറോയിൻ തിരക്കാണ്ട് വരാൻ ലേറ്റ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഗാവോയാണ് ആ വെബ്സൈറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇവനാണെങ്കിൽ ആ വെബ്സൈറ്റിൽ അറിയാതെ ചെയ്ത മിസ്റ്റേക്ക് ആണെങ്കിൽ ആ കമ്പനിയിലുള്ളവർ കാണുന്നു. അപ്പോൾ ആ കമ്പനിയിലുള്ള ആൾക്കാർ പറയുന്നു എന്തിന് നിങ്ങളെ ഇങ്ങനെ മിസ്റ്റേക്സ് ഉള്ള വെബ്സൈറ്റ് കൊണ്ടുവന്നതെന്ന്. ഇതേ സമയം അവിടെ ഹീറോയിൻ വരെയാണ്. എന്നിട്ട് ഹീറോ പറയാണ് ഗാവോ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്ത വെബ്സൈറ്റ് ഒറിജിനലായിട്ട് ക്രിയേറ്റ് ചെയ്തതല്ല, ഒരു വെബ്സൈറ്റ് എങ്ങനെ ഇരിക്കാൻ പാടില്ലയോ അതിൻ്റെ എക്സാമ്പിളാണ് ഇത്. എന്നിട്ട് അവനാണെങ്കിൽ ഒറ്റയ്ക്ക് ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് പ്രസൻറ്റ് ചെയ്യാണ്. ഇവൻ്റെ ഈ വെബ്സൈറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ്. എല്ലാവരും ക്ലാപ്പൊക്കെ ചെയ്യാണ്. ഇതാണെങ്കിൽ ഗാവോയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ ഹീറോ എടുത്ത് ദേഷ്യപ്പെട്ട് പറയാണ് നീ എന്തോ ചെയ്ത് വെച്ചിരിക്കുക, നീയല്ലേ പറഞ്ഞ ഞങ്ങൾ ചെയ്ത വെബ്സൈറ്റ് അവിടെ പ്രസൻറ്റ് ചെയ്യുമെന്ന്. ഞങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് കഷ്ടപ്പെട്ടിരുന്ന് ക്രിയേറ്റ് ചെയ്തതാണ്, നീ ആണെങ്കിൽ സിമ്പിളായിട്ട് അതിൻ്റെ ക്രെഡിറ്റും വാങ്ങി. ഗാവോ ഇതൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ദേഷ്യത്തിൽ പോവുകയാണ്. എന്നാൽ ഹീറോയിൻ ഹീറോ എടുത്ത് ദേഷ്യപ്പെടുന്നില്ല. കാരണം അവൾക്ക് മനസ്സിലായി ഹീറോ അവരെ ഹെൽപ്പ് ചെയ്തതാണെന്ന്. അടുത്ത ദിവസം ഹീറോ ക്ലബ്ബിൽ വന്ന് പറയാണ് ബ്ലൂ ക്രൗൺ കമ്പനിയിലുള്ളവർ മൊത്തം പ്രോജക്റ്റ് നമുക്കാണ് തരാൻ പോകുന്നത്, അതുകൊണ്ട് നമുക്ക് കുറേ പ്രോഫിറ്റും കിട്ടുമെന്ന്. അപ്പോൾ അവിടെയുള്ള എല്ലാ സ്റ്റുഡൻസും ഹാപ്പി ആവുകയാണ്. അവിടെയുള്ള സ്റ്റുഡൻസ് ഒക്കെ വിചാരിക്കുകയാണ് ഗാവോയുടെ പ്രോജക്റ്റ് കാരണമായിരിക്കും ഇവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന്. എന്നാൽ ഗാവോ ആണെങ്കിൽ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ആണെങ്കിൽ ഹീറോ അടുത്ത് വന്ന് പറയാണ് നീ പോയി എങ്ങനെയെങ്കിലും അവനെ സമാധാനപ്പെടുത്തുന്നു. അപ്പോൾ ഹീറോ ഇവളുടെ അടുത്ത് പറയാണ് ഞാൻ കുഞ്ഞിൽ തീയിൽ കളിക്കുമായിരുന്നു, അതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും എന്നെ വഴക്കൊക്കെ പറയുമായിരുന്നു. എന്നാൽ ഞാൻ അവർ പറയണ ഒന്നും കേൾക്കൂല. ഞാൻ തീയിൽ കളിക്കണം നിർത്തിയത് എപ്പോൾ എൻ്റെ കയ്യിൽ തീ കൊണ്ടോ അപ്പോഴാണ്. ഇത് കേട്ട് ഹീറോയിൻ പറയാണ് ഫസ്റ്റ് നീ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യുന്നു. അങ്ങനെ ഹീറോ ഗാവോ അടുത്ത് പോയി കൺവിൻസ് ചെയ്യാണ്. സോ ഗാവോ അടുത്ത ദിവസം ക്ലബ്ബിൽ വരെയാണ്. ഗാവോയും ഹീറോയും ഒരുമിച്ച് ക്ലബ്ബിൽ വരുന്ന ഹീറോയിൻ കണ്ടിട്ട് ചോദിക്കുകയാണ് എങ്ങനെ നിങ്ങൾ വീണ്ടും ഫ്രണ്ട്സ് ആയെന്ന്. അപ്പോൾ ഗാവോ പറയാണ് അത് നീ അറിയേണ്ടെന്നും പറഞ്ഞ ക്ലബ്ബിൽ വരെയാണ്. ഇതേ സമയം ഇവരുടെ ക്ലാസ്സിൽ ഷെങ് എന്ന് പറയുന്ന ഒരു വലിയ കമ്പനിയിലെ പ്രോജക്റ്റ് മാനേജർ വരെയാണ്. എന്നാൽ ഹീറോയിന് ചെറിയൊരു ഡൗട്ട് അടിക്കുകയാണ്. ഇപ്പോഴാണ് ഇവർക്ക് ഒരു കമ്പനിയിൽ നിന്ന് മൊത്തം പ്രോജക്റ്റും കിട്ടിയത്. അപ്പോൾ ഒരു ബന്ധവും ഇല്ലാതെ വേറെ കമ്പനിയിൽ നിന്ന് വേറെ ആൾക്കാർ എന്തിന് ഇവരുടെ കോളേജിൽ വന്നതെന്ന്. അപ്പോഴാണ് പ്രൊഫസർ ഷെങ്ങിനെ ഇവരുടെ ക്ലബ്ബിൽ കൊണ്ടുവന്നിട്ട് പറയാണ് ഇവർ നമ്മുടെ കോളേജിൽ പാർട്ട്ണറായി വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ പ്രോജക്റ്റ് മാനേജറാണ്. ഷെങ്ങിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഈ കോളേജിലെ സീനിയർ പയ്യനാണെന്ന്. ഷെങ്ങിൻ്റെ കമ്പനിയിലുള്ളവരും ബ്ലൂ ക്രൗൺസ് പ്രോജക്റ്റിന് അപ്ലൈ ചെയ്തായിരുന്നു. എന്നാൽ അവർക്ക് ആ ഒരു പ്രോജക്റ്റ് കിട്ടാതെ നിങ്ങൾക്കാണ് കിട്ടിയത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുന്ന പ്രൊഫസർ പറയാണ്. ഹീറോയിനാണെങ്കിൽ പ്രൊഫസർ ഇങ്ങനെ പറഞ്ഞൊന്നും ഇഷ്ടമായില്ല. എന്നാൽ ഹീറോ ആണെങ്കിൽ ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ഹീറോ എടുത്ത് പറയാണ് ഇതിന് പിന്നിൽ വലിയൊരു പ്ലാൻ ഉണ്ട്. ആ ഷെങ് വന്നിട്ട് നമ്മൾ സ്റ്റുഡൻസ് എന്ന് അറിഞ്ഞിട്ട് നമ്മുടെ പ്രോജക്റ്റ് ഒക്കെ എടുക്കാൻ നോക്കുകയാണ്, അതുകൊണ്ട് നീ ഷെങ്ങിൻ്റെ കൂടെ പ്രോജക്റ്റ് ചെയ്യാൻ സമ്മതിക്കാതെയെന്ന്. അപ്പോൾ ഹീറോ ആണെങ്കിൽ ഇവളടുത്ത് പറയാണ് നീ ഓവറായിട്ടൊന്നും തിങ്ക് ചെയ്യേണ്ട, ഷെങ്ങിന് വന്ന് നമ്മുടെ കോളേജിൽ പാർട്ട്ണർഷിപ്പ് ഇരിക്കുകയാണ്, നമ്മൾ അവരുടെ കൂടെ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കാണ് പ്രോബ്ലം, അതുകൊണ്ട് അവർക്കെതിരായി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഹീറോയിൻ ഇവൻ്റെ അടുത്ത് പറയുന്നു നീ ആണ് ഈ ഒരു ക്ലബ്ബ് തുടങ്ങിയത്, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ക്ലബ്ബിനെ ഡിസ്മിസ് ചെയ്യാം, വേണമെങ്കിൽ എനിക്ക് ഈ ക്ലബ്ബിൽ നിന്ന് വിട്ടു പോകാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ദേഷ്യത്തിൽ പോവുകയാണ്. ഹീറോയിൻ ഇതൊക്കെ റാൻഡി അടുത്ത് പോയി പറയാണ്. അപ്പോൾ റാൻഡി പറയാണ് ഹീറോ വേറെ എന്തോ പ്ലാൻ വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് അവൻ മിണ്ടാതിരിക്കണേന്ന്. സോ നീ ഇത് വലിയ രീതിക്ക് തിങ്ക് ചെയ്യേണ്ടെന്ന്. അടുത്ത ദിവസം ഷെങ് വന്നുകൊണ്ട് തന്നെ ഹീറോയിൻ ക്ലബ്ബിൽ പോകാതെ കോളേജ് ക്ലാസ് മാത്രമാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഇതേ സമയം ഷെങ് ആണെങ്കിൽ ക്ലബ്ബിലുള്ള എല്ലാ സ്റ്റുഡൻസിനും ഓവർ പ്രഷർ കൊടുക്കുകയാണ്. ഷെങ് ഇവരുടെ അടുത്ത് പറയാണ് ഇനി മുതൽ ഞാൻ പറയുന്ന വേണം എല്ലാവരും കേൾക്കാനെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് സ്റ്റുഡൻസിനെ ടോർച്ചർ ചെയ്യുകയാണ്. ഇതേ സമയം ഈ ക്ലബ്ബിൽ ഹീറോയിൻ ഇല്ലാത്ത വിഷയം ഷെങ് നോട്ട് ചെയ്യാണ്. അപ്പോൾ ഷെങ് ആണെങ്കിൽ ലീഡർ പെണ്ണിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഹീറോയിൻ എന്താ വരാത്തതെന്ന്. അപ്പോൾ ലീഡർ പെണ്ണ് പറയാണ് അത് അവൾക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ് ക്ലബ്ബിൽ വരാൻ പറ്റാത്തതെന്ന്. അപ്പോൾ ഷെങ് ചോദിക്കുകയാണ് നീയും അവളുടെ ക്ലാസ്സിലല്ലേ, അപ്പോൾ നിനക്ക് സ്പെഷ്യൽ ക്ലാസ് ഇല്ലേന്ന്. എന്നിട്ട് ഷെങ് ആണെങ്കിൽ സ്പെഷ്യൽ ക്ലാസ് വെച്ചിരിക്കുന്ന ടീച്ചറിൻ്റെ പേര് ചോദിക്കുക.
ചോദിക്കുകയാണ്. എന്നാൽ ലീഡർ പെണ്ണാണെങ്കിൽ അതറിയില്ല, മറന്നുപോയെന്ന് പറയാണ്. അതിന് ഷെങ് ആണെങ്കിൽ ഇവളടുത്ത് പറയാണ്, എന്നാൽ നീ പോയി ഹീറോയിൻ്റെ ക്ലാസ് ഷെഡ്യൂൾ പോയി എടുത്തിട്ട് വന്നു. ലീഡർ പെണ്ണ് ഒന്നും ചെയ്യാൻ പറ്റാതെ കോളേജ് വെബ്സൈറ്റിൽ കയറി ഹീറോയിൻ്റെ ഷെഡ്യൂൾ എടുക്കുകയാണ്. ഈ ഒരു ഷെഡ്യൂൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഹീറോ ആ വെബ്സൈറ്റിൽ കയറി ഹീറോയിൻ്റെ ഷെഡ്യൂളൊക്കെ ചേഞ്ച് ചെയ്യാണ്. ഹീറോയിൻ്റെ ഷെഡ്യൂൾ കാണുമ്പോൾ ഷെങ് വിചാരിക്കുകയാണ് അവൾ സ്പെഷ്യൽ ക്ലാസ് ആയിരിക്കും അറ്റൻഡ് ചെയ്തതെന്ന്. എന്നിട്ട് ലീഡർ പെണ്ണ് ഹീറോയിൻ്റെ അടുത്ത് വന്ന് ക്ലബ്ബിൽ നടന്ന എല്ലാ കാര്യങ്ങളും പറയാണ്. എന്നിട്ട് ലീഡർ പെണ്ണ് പറയുന്നു, ഹീറോ നിന്നെ നല്ല പോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ കണ്ട് എനിക്ക് തന്നെ ജലസ് ആവുകയാണെന്ന്. അപ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ഹീറോ അടുത്ത് ചെറിയ രീതിക്ക് ഇൻട്രസ്റ്റ് വരെയാണ്. നെക്സ്റ്റ് സീനിൽ ഷെങ്ങിൻ്റെ അസിസ്റ്റൻറ്റ് ഹീറോയിൻ്റെ അടുത്ത് ഇവർ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റിൻ്റെ എല്ലാ ഇൻഫർമേഷനും ചോദിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ ഇവൻ്റെ അടുത്ത് പറയുന്നു, ഇത് നിൻ്റെ അടുത്ത് ഷെങ് ആയിരിക്കുമല്ലേ ചോദിക്കാൻ പറഞ്ഞു വിട്ടേന്ന്. അപ്പോൾ ഇവൻ പറയുന്നു, അത് ഷെങ് ഒരു ഇൻ്റർവ്യൂക്ക് പോവാണ്, അതുകൊണ്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ ചോദിക്കണേന്ന്. അപ്പോൾ ഹീറോയിൻ പറയുന്നത്, ഞങ്ങളാണ് ഈ ഒരു പ്രോജക്റ്റൊക്കെ ചെയ്തത്, ഹീറോയാണ് ഞങ്ങളുടെ പ്രോജക്റ്റിന് ലീഡറായി നിന്നത്, അപ്പോൾ ഹീറോയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്, അല്ലാതെ ഷെങ് അല്ല. അതിന് ഇവൻ ഇവളടുത്ത് പറയാണ്, ഹീറോ വെറും സ്റ്റുഡൻ്റാണ്, അവൻ ഇൻ്റർവ്യൂ കൊടുത്ത ആരും കാണൂല. എന്നാൽ ഷെങ് ആണെങ്കിൽ വലിയ കമ്പനിയിലെ പ്രോജക്റ്റ് മാനേജറാണ്, അതുകൊണ്ട് തന്നെ ഷെങ്ങിൻ്റെ ഇൻ്റർവ്യൂ എല്ലാവരും കാണുമെന്ന്. അപ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ഞാനൊരു ഇൻഫർമേഷനും പറയില്ലെന്നും പറഞ്ഞ് അവിടുന്ന് ദേഷ്യത്തിൽ പോവുകയാണ്. എന്നിട്ട് ഇവളെ ഹീറോ അടുത്ത് പോയി പറയാണ്, നിന്നെ ഷെങ് പറ്റിക്കാൻ ട്രൈ ചെയ്യാണ്, നീ അവളെ വിശ്വസിക്കില്ലെന്ന്. അപ്പോൾ ഹീറോ പറയാണ്, നീ ഓവറായിട്ട് അവളെക്കുറിച്ച് ചിന്തിക്കേണ്ട, നീ പോയി നിൻ്റെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഹീറോയിൻ ഇവനെ വിശ്വസിച്ച് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഷെങ് ആണെങ്കിൽ ഹീറോയിനെ വർക്കെന്നും പറഞ്ഞ് ടോർച്ചർ ചെയ്യാണ്. ഇവൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് ഷെങ്ങിന് കാണിച്ചു കൊടുത്താൽ ഇവൾ പറയും ഇതിന് ബോർഡർ ശരിയല്ല, ഫോണ്ട് ശരിയല്ല, അങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇവളെ ടോർച്ചർ ചെയ്യും. ഹീറോയിനും ഹീറോയ്ക്ക് വേണ്ടി എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെബ്സൈറ്റും ക്രിയേറ്റ് ചെയ്യാണ്. ആ വെബ്സൈറ്റ് കമ്പനിയും അപ്രൂവ് ചെയ്യാണ്. അങ്ങനെ പ്രോജക്റ്റ് സക്സസ് ആയതുകൊണ്ട് തന്നെ പാർട്ടി വെക്കുകയാണ്. അവിടെ ഹീറോയിൻ കുറേ ഡ്രിങ്ക് ചെയ്യാണ്. ഹീറോയിൻ്റെ ബോധം പോവുകയാണ്. ഇവരടുത്ത് കാർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹീറോയിനെ ഒരു ട്രോളിയിൽ കയറ്റി ഹീറോ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഹീറോയിൻ ഇവൻ്റെ അടുത്ത് പറയും, എന്തിനാ ഇത്ര സ്പീഡിൽ പോണേ, പതിയെ പോടാന്ന്. കുറച്ച് കഴിഞ്ഞ് ഇവളാണെങ്കിൽ നല്ല കാറ്റ് വരണമെന്നും പറഞ്ഞ് ആ ട്രോളിൽ എണീറ്റ് നിൽക്കുകയാണ്. എന്നാൽ ഹീറോയിൻ കറക്റ്റായി ഹീറോയിൻ്റെ പുറത്ത് വന്ന് വീഴുകയാണ്. ഒക്കെ റാൻഡി അവളുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യാണ്. അങ്ങനെ ഹീറോയിനെ റാൻഡിയുടെ വീട്ടിൽ കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇവൾ ഹീറോയെക്കുറിച്ച് തിരക്കാണ്. അപ്പോൾ റാൻഡി പറയും, ഹീറോ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഹീറോ ഇവിടെ വരാറുണ്ട്, അവന് തനി ഒരു റൂമും ഉണ്ടെന്ന്. എന്നിട്ട് ഇവൾ പറയുന്നു, നിനക്ക് വാഷ്റൂമിൽ പോകണമെങ്കിൽ ലെഫ്റ്റ് സൈഡ് വാഷ്റൂം ഉണ്ടെന്നും പറഞ്ഞ് റാൻഡി അവിടെ നിന്ന് പോകും. ഹീറോയിനെ ഇടയ്ക്ക് വെച്ച് വൊമിറ്റ് ചെയ്യാൻ തോന്നുകയാണ്. അങ്ങനെ ഇവൾ വാഷ്റൂമിൽ പോവുകയാണ്. അവിടെ നിന്ന് വന്നിട്ട് ഇവളുടെ റൂമാണെന്നും വിചാരിച്ച് ഹീറോയുടെ റൂമിൽ പോയി കിടക്കുകയാണ്. ഹീറോയും ഇതേ സമയമാണ് കുളിച്ചിട്ട് പുറത്ത് വരുന്നത്. എന്നാൽ ഇവൻ്റെ ഷർട്ടിൻ്റെ പുറത്താണ് ഹീറോയിൻ കയറി കിടക്കുന്നത്. ഇവനും ആ ഷർട്ട് എടുക്കാൻ ട്രൈ ചെയ്യാണ്. എന്നാൽ ഹീറോയിൻ ആണെങ്കിലോ അത് റാൻഡി ആയിരിക്കുമെന്നും പറഞ്ഞ് ഇവൻ്റെ കയ്യെ പിടിച്ച് അവളുടെ അടുത്ത് കിടത്തുകയാണ്. ഇവനും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുകയാണ്. അപ്പോൾ ഹീറോയിൻ എഴുന്നേറ്റ് അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ പ്രോജക്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തല്ലോ, പിന്നെ എന്തുവാണ് ചെയ്യണേന്ന് ലാപ്ടോപ്പിൽ. അപ്പോൾ ഹീറോ ആണെങ്കിൽ ഇവൻ്റെ ലാപ്ടോപ്പ് ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ വന്നിട്ട് കുറേ കോഡിംഗ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹീറോയിൻ ഇതെന്താണെന്ന് ചോദിക്കുന്നു. അതിന് ഹീറോ ആണെങ്കിൽ, നീ എന്തോ വിചാരിച്ച് ഷെങ് എന്നെ ചീറ്റ് ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും ഞാൻ അവളുടെ കൂടെ നിൽക്കുമെന്ന്. ഇന്നലെ ചെയ്ത വെബ്സൈറ്റ് പ്രോജക്റ്റ് വെറും യൂസ്ലെസ് ആണ്, ഈ ഒരു വെബ്സൈറ്റ് കൊണ്ട് ആ കമ്പനിക്ക് ഒരു ലാഭവും ഉണ്ടാവില്ല. ഇത് കേട്ടിട്ട് ഹീറോയിൻ ഇവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അപ്പോൾ നീ എന്തുകൊണ്ട് ഈ കാര്യം ആ കമ്പനിയിൽ പറഞ്ഞില്ലെന്ന്. അപ്പോൾ ഹീറോ പറയാണ്, ഞാൻ അത് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടൂലെന്ന്, അതുകൊണ്ടാണ് ആ കമ്പനിയുടെ അടുത്ത് പറഞ്ഞില്ലെന്ന്. വെബ്സൈറ്റ് കാരണം നമുക്ക് പ്രോഫിറ്റ് കിട്ടൂല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു ആപ്പാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് ഹീറോ ഇവളുടെ അടുത്ത് പറയാണ്. ഇത് കേട്ട് ഹീറോയിൻ ഇവൻ്റെ അടുത്ത് പറയാണ്, നിനക്ക് ആരെ പറ്റി ഒരു വിചാരവും ഇല്ലെന്ന്. അപ്പോൾ ഇവനും പറയാണ്, എനിക്ക് ആരെ പറ്റിയോ തിങ്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, എന്നാൽ നീ ആണെങ്കിൽ എപ്പോഴും ഓരോന്നും തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും, അതുകൊണ്ട് നിൻ്റെ ഓർമ്മകൾ എപ്പോഴും എന്നെ അഫക്റ്റ് ചെയ്യുകയാണെന്ന്. ഇതൊക്കെ കേട്ട് ഹീറോയിനും ഉറങ്ങി അവൻ്റെ ഷോൾഡറിൽ വീഴുകയാണ്. ഇതോടെ ഈ ഒരു എപ്പിസോഡ് കഴിയാണ്. ഈ ഡ്രാമ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യുക.